തഞ്ചാവൂർ പോകലാമാ. ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ തഞ്ചാവൂർ. അങ്ങനെ ഇന്നത്തെ പോലെ നമ്മൾ ടൂർ കൊടുക്കുകയൊക്കെ പൊട്ടിച്ച് അതിനകത്തുള്ള കാശും കൊണ്ടാണ് നമ്മൾ ഇന്ന് തഞ്ചാവൂർ പോകുന്നത്. നമ്മൾ 4 പേരുള്ള ടീമായിട്ടാണ് തഞ്ചാവൂർ പോകുന്നത്. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് 11:30 ട്രെയിൻ. ആ ട്രെയിൻ തിരുച്ചിറപ്പള്ളി വരെയാണുള്ളത്. അവിടെ നിന്ന് വേറെ ട്രെയിൻ പിടിച്ച് വേണം തഞ്ചാവൂരോട്ട് പോകാൻ വേണ്ടി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തിരുന്ന് തന്നെ ഫുഡും കഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി നേരെ തഞ്ചാവൂർ പോയി. രാത്രിയായിട്ടാണ് കേട്ടോ നമ്മൾ തഞ്ചാവൂർ എത്തി. പക്ഷെ നമുക്ക് പണി പാളി, അവിടെ റൂമൊന്നും കിട്ടില്ല. പിന്നെ അവിടെയുള്ള വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്ന് പിന്നെ രാവിലെ അവിടെ നിന്ന് തന്നെ നമ്മൾ റെഡിയായി നേരെ ഒരു ഓട്ടോ പിടിച്ച് തഞ്ചാവൂരേക്ക് പോയി കേട്ടോ. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. ഒത്തിരി പേരവിടെ ഉണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മാപ്പ് കാണാം. അത് നോക്കി പോണേ നല്ലത്. അത്രയ്ക്കുണ്ട് അവിടുത്തെ ഏരിയ. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു രാജകീയ പ്രൗഢിയോടെ തന്നെയുള്ള സ്ഥലങ്ങൾ കാണാൻ കഴിയും. 1010 AD വെറും 7 വർഷം കൊണ്ടാണത്രേ ചോള രാജാവായ അരുൾമൊഴിവർമ്മൻ ഇത് നിർമ്മിച്ചത്. 216 അടി ഉണ്ടായിട്ടും നിഴലുകളേ ഇല്ല എന്നത് അമ്പലത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അമ്പലത്തിന് മുകളിലുള്ള ഒറ്റക്കല്ലിന് മാത്രം 90 ടൺ ഭാരമുണ്ട്. ഏകദേശം ഒരു 16 ആനകളുടെ ഭാരം. അവിടുത്തെ ഓരോ നിർമ്മിതിയും അന്നത്തെ നിർമ്മാണ വൈഭവം എടുത്തു കാണിക്കുന്നതാണ്. ഇതുകൂടാതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച നന്ദിയും ഇവിടെ തന്നെയാണുള്ളത്. ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യണം കേട്ടോ.